സീരിയസ്ലി ഗൈസ്, ഐ ഹേറ്റ് UK ടാക്സ് സിസ്റ്റം. ഞാൻ ഇതിനു മുന്നേ UK ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പം ഒത്തിരി ആൾക്കാർ ആ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തു. ഒത്തിരി ഹെയ്റ്റ് കമന്റ്സും എനിക്ക് വന്നു. സോ UK ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 40% ഈ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ആ ട്രസ്റ്റിനകത്ത് പ്രോപ്പർട്ടി വെക്കുവാണെങ്കിൽ ആ 40% ഇൻഹെറിറ്റൻസ് ടാക്സിനകത്ത് നിന്ന് അവോയ്ഡ് ചെയ്യാമെന്ന്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ ആരും ബേസിക് ആയിട്ടുള്ള റിസർച്ച് ചെയ്തിട്ടല്ല ഈ കമന്റ് ചെയ്തിരിക്കുന്നത്. കാരണം 2025 ഏപ്രിൽ 6 ശേഷമുള്ള പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞ 20 വർഷത്തിൽ 10 വർഷം UK നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ UK റെസിഡന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇനി നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സിന് എലിജിബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഇതിന് ത്രെഷോൾഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 325,000 പൗണ്ട്സിന് മേലെയുള്ള പ്രോപ്പർട്ടീസിനാണ് ഈ ഒരു ടാക്സ് വരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ UK നിന്നിട്ട് ഇന്ത്യയിൽ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ ദുബായിലുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരാളാണെങ്കിലും അതിനും 40% ഇൻഹെറിറ്റൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഇനി തൊട്ട് നിങ്ങൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്രോപ്പർട്ടി ഇട്ട് നിങ്ങളുടെ മക്കൾക്ക് കൈമാറാന്നുള്ളൊരു ചിന്ത വേണ്ട. കാരണം UK ഗവൺമെന്റ് നിങ്ങളെക്കാട്ടി ബുദ്ധിമാനാണ്. അവരിപ്പോൾ ചെയ്തേക്കുന്ന പുതിയ നിയമങ്ങളാണ്. സോ പുതിയ നിയമങ്ങളും കാര്യങ്ങളും പഠിച്ചിട്ട് മാത്രം എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് ഇതണക്കുള്ള കമന്റ്സ് ഇടുക, വീഡിയോ ചെയ്യാൻ നോക്കുക. അല്ലാതെ ചുമ്മാ ഇട്ട് വീഡിയോ ചെയ്യാൻ ആർക്കും കഴിയും. ഇതണക്കുള്ള റിസർച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനാണ് പാട്. പിന്നെ 20 വർഷത്തിൽ 10 വർഷത്തിന് മേലെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദുബായ് കണക്കുള്ള സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഹെവനിലോട്ട് നിങ്ങളെ മൂവ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. സോ അതിനുവേണ്ടി ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് തരാം.